പുണ്യനബി പറയുമായിരുന്നു, ഹാകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ ഇതുപോലെ തോളിൽ പിടിച്ച് 3 പേരും സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമായത് നോക്കൂ. ഹബീബിൻ്റെ ഖബറിൻ്റെ തൊട്ടരികത്ത് 2 പേരാ കിടക്കുന്നത്. ഈ സിദ്ദീഖ് എന്നവരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. സ്നേഹമാണ് അവിടെ കൊണ്ടെത്തിച്ചത്, മഹബ്ബത്താണ് അവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത്. തോളോട് തോൾ ചേർന്ന് നിന്ന് ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ, ഹബീബിൻ്റെ കൂടെ നിന്ന് ഷെയ്ഖാൻ എന്ന് സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞാൽ, സ്വഹാബികളിലെ ഷെയ്ഖാൻ എന്ന് പറയുന്നത് സിദ്ദീഖ് എന്നവർ ഒരു ഷെയ്ഖ്, ഉമർ എന്നവർ മറ്റൊരു ഷെയ്ഖ്. മഹാന്മാരായ 2 അമീറുൽ മുഅ്മിനുമാർ ഹബീബിൻ്റെ കൂടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. റളിയല്ലാഹു അൻഹും വസല്ലല്ലാഹു അലാ ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. جاءت إليه حمامة مشتاقة تشكو إليك بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك منزل للخائفين. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ ആലിമാൻ. പണ്ഡിതന്മാരുണ്ട് സ്വഹാബികളിൽ. ആ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവർ, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സ്വഹാബികളിലെ ആലിമീങ്ങളാണ്. ആലിമായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഞങ്ങൾ ഹബീബിൻ്റെ കൂടെ ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ ഒരു പ്രാവ് ഹബീബിൻ്റെ തലയിലൂടെ ഇങ്ങനെ അരികത്തുകൂടെ പറന്നു പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ ദൂരെ വെച്ച് വരുന്ന വഴിയിൽ സ്വഹാബിമാരാരോ മൂത്രൊഴിക്കാനോ മറ്റോ ചെന്നപ്പോഴേ ഒരു പ്രാവ് കൂട് കണ്ടിരുന്നു. ആ പ്രാവിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളെ അവരെടുത്തു കൊണ്ടുവന്നിരുന്നു. ഒരു കൗതുകം, ഒരു രസം, അവരത്രേ ചിന്തിച്ചുള്ളൂ. യാത്ര തുടർന്നു. ആ 2 കുഞ്ഞുങ്ങളെ നഷ്ടമായ ഉമ്മയായ ഈ ഉമ്മയായ പ്രാവ് ഹബീബിൻ്റെ തലയ്ക്ക് മീതെ പറന്നുകൊണ്ടിരുന്നു. അൽ ഹംറ പറന്നുകൊണ്ടിരുന്ന സംഭവം ഇമാം അബൂ ദാവൂദ് എന്നവരും ഇമാം ഹാക്കിം എന്നവരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹായ ഹദീസ്, ഇസ്നാദ് സ്വഹീഹാണതിൻ്റെ. പുണ്യ നബിയുടെ തലക്ക് മീതങ്ങനെ പറന്നപ്പോൾ അയ്യുക്കും ഫജഅഹാദിഹി ബിഫർഖൈഹാ, നബി തങ്ങൾ സ്വഹാബികളെ മുഴുവനും അവിടെ നിർത്തി. എല്ലാവരും ഒന്ന് നിൽക്കണം. അവരുടെ മാർച്ച് നിർത്തി. സൈന്യം പോവാണ്. ഒരു സൈന്യം പോകുന്ന പോക്കാണിത്. ആലോചിച്ച് നോക്കൂ. യുദ്ധം കഴിഞ്ഞ് പോവാണ്. സൈന്യത്തെ മുഴുവനും സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും നിൽക്കണം. സ്വഹാബിമാർ എപ്പോഴോ പിടിച്ചുകൊണ്ടുവന്നതാ. എത്രയോ കാതങ്ങൾക്കപ്പുറത്താ ആ പ്രാവിൻ്റെ കൂട് കിടക്കണത്. തങ്ങൾ ചോദിച്ചു, അയ്യുക്കും ഫജഅഹാദിഹി ബിഫർഖൈഹാ. നബി തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഈ പ്രാവിൻ്റെ 2 കുഞ്ഞുങ്ങളെ, 3, 4 എന്നല്ല പറഞ്ഞു, 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഈ പ്രാവൻ തള്ളയെ വേദനിപ്പിച്ചവരാരാണ് നിങ്ങളിൽ? എന്താ അതിനർത്ഥം? ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഹബീബിനും ആ പക്ഷിക്കുമിടയിൽ നടന്നു. നിങ്ങളിൽ ആരാണ് ഈ പ്രാവിൻ്റെ 2 കുഞ്ഞുങ്ങളെ എടുത്തത്? 2 മുട്ട എന്നല്ല പറഞ്ഞത്, 3 കുഞ്ഞുങ്ങളെന്നല്ല, 1 കുഞ്ഞ് എന്നുമല്ല, കുഞ്ഞുങ്ങൾ എന്നുമല്ല, 2 എണ്ണം. എണ്ണം കൃത്യമാണ്. സ്വഹാബിമാർ ധരിച്ചുപോയി. ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത്? കവി അതാ പറയുന്നത്, ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ. ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവ്, പിജൻ. ജാഅത് ഇലൈഹി ഹമാമത്തുൻ മുഷ്താഖതൻ തഷ്കൂ ഇലൈഹി ബിഖൽബി സബ്ബിൻ വാജിഫി. തൻ്റെ 2 മക്കളെ കാണാതായ വേദന. ഉമ്മ തന്നെയല്ലേ, അത് മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും ഉമ്മയാണ് അല്ലേ? വയനാട്ടിലെ ദുരന്തമൊക്കെ നമ്മൾ പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ബാക്കിയാവുന്നത്, കുഞ്ഞുങ്ങളെ കാണാതെ ഉമ്മമാർ ബാക്കിയാവുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, നീ ആ വലിയൊരു പരീക്ഷണത്തിന്
അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അവരിൽ മരിച്ചവർക്ക് വിശ്വാസിനികൾക്ക് സ്വർഗം നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സമാധാനവും നിൻ്റെ കരുണയും അല്ലാഹു നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിനുവേണ്ടി ഒരുപാട് സഹായം ചെയ്ത ആളുകൾ, ഫോർ വയനാട് ക്യാമ്പയിൻ അടക്കം, സമസ്തയുടെ ഇതടക്കം, KMCCയുടെ വക, മുസ്ലിം ലീഗിൻ്റെ വക, നാട്ടിലെ മറ്റു ചാരിറ്റി സംഘടനകൾ, ഒരുപാട് ആളുകൾ അതിനുവേണ്ടി സഹായിച്ചു. നാടേതാ ആർക്കാ ഒന്നും അറിയണ്ട, മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, ആ ദാനധർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ പടച്ചവനെ. മക്കൾ നഷ്ടപ്പെടുന്ന വേദന ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷി ഹബീബിൻ്റെ മുമ്പിൽ വന്ന് പറയാ, നബിയേ, എൻ്റെ 2 മക്കളെ അങ്ങയുടെ അനുയായികൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഹദീഥാണ്. ഇത് ഹബീബിൻ്റെ ജീവിതം പഠിക്കണം. നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികളുണ്ടല്ലോ, യുക്തിവാദികൾ, ഹദീത്ത് വായിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അവരാകെ കേട്ടത് ബ്രഷ് ചെയ്യണതും ടോയ്ലറ്റ് പോണ ഹദീത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നിട്ട് പറയാം ഇസ്ലാം ആകെ ഇതാണ്. ജാഹിലിങ്ങൾക്ക് എന്ത് പറയാൻ? പുണ്യനബിയുടെ സംസ്കാരമാണിത്. അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ആശയമല്ലേ ഇത്? ഒരു പക്ഷിക്ക് വേണ്ടി ഒരു സൈന്യം മാർച്ച് ചെയ്തു പോകുമ്പോൾ സൈന്യത്തെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി അവിടെ വഴിയിൽ നിൽക്കണം. എന്തിന്? ഒരു പക്ഷിക്ക് വേണ്ടി. പടച്ചോനെ, ഒരു പക്ഷിക്ക് വേണ്ടിയോ? അതെ, ഒരു പക്ഷിക്ക് വേണ്ടി. ഈ പക്ഷിയുടെ മനസ്സിനെ വേദനിപ്പിച്ചത് ആരാണ്? അപ്പോൾ മനസ്സിലാക്കണേ, ഒരു പക്ഷിയെ വേദനിപ്പിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടൂല, നബി തങ്ങൾ ഇഷ്ടപ്പെടൂല. പിന്നെണ്ടോ മനുഷ്യനെ വേദനിപ്പിക്കുന്നത്? പിന്നെണ്ടോ അതിൽ ആലിമീങ്ങളെയും സാധാരണക്കാരെയും സയ്യിദന്മാരെയും വേദനിപ്പിക്കുന്നത്? പറ്റുമോ? ഒരിക്കലും പറ്റൂല. പക്ഷിയെ വേദനിപ്പിക്കാൻ പറ്റൂല, പിന്നല്ലേ ബാക്കിയുള്ളവരെ? മുഅ്മിനീങ്ങളെ പറ്റുമോ? സാധാ മനുഷ്യരെ പറ്റുമോ? പക്ഷി, മിണ്ടാപ്രാണിയായ ആ പക്ഷിയെ വേദനിപ്പിച്ചതിന് ഹബീബായ തങ്ങൾ ഇടപെട്ടു. ആരാണിതിനെ വേദനിപ്പിച്ചത്? അതിൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കണമേ. ആരാണത്? ഞങ്ങളാ നബിയെ. 2 സ്വഹാബിമാർ കൊണ്ടുപോയി വെക്കണം അവിടെ. ആ പക്ഷിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂട്ടിലെത്തിക്കുന്നത് വരെ സൈന്യം അവിടെ കാത്തിരുന്നു. കാറ്ററിങ്ങിന് ഭക്ഷണം കൊണ്ടെടുക്കാൻ പോയതല്ലത്. 2 പക്ഷിക്കുഞ്ഞുങ്ങളെ തിരിച്ചു വെക്കാൻ പോയത്. അവിടെ വെയിറ്റ് ചെയ്തു സഹാബിമാർ. മനസ്സ് നിറയെ മാതൃഹൃദയം നിറഞ്ഞ സ്നേഹവുമായി ബിഖൽബി സബ്ബിൻ വാജിഫി. ആ വാക്കിനർത്ഥം അതാണ്. മാതൃസ്നേഹത്തിൻ്റെ വേദനയുമായി ഹബീബേ, അങ്ങയുടെ കയ്യിൽ നീതിയുണ്ട് എന്ന ആഗ്രഹത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ അങ്ങയുടെ മുമ്പിലേക്ക് മാടപ്രാവ് പാറി വന്നില്ലയോ നബിയേ? ജാഅത് ഇലൈക ഹമാമത്തുൻ മുഷ്താഖതൻ തഷ്കൂ ഇലൈക ബിഖൽബി സബ്ബിൻ വാജിഫി. എന്നിട്ട് കവി ചോദിക്കുകയാണ്, ആരാണാവോ മാടപ്രാവിനോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈന്യത്തിൽ കടന്നു പോകുന്ന ഒരു ഖാത്തമുൻ നബിയീനുണ്ട്, ഈ സൈന്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന അന്തിമ റസൂലുണ്ട്, അർ-റഹ്മത്തുൽ മുഹദാത്തുണ്ട്, റഹ്മത്തുൽ ലിൽ ആലിമീനുണ്ട്. ആ നബിയോട് ചെന്ന് പറ എന്ന് 100 കണക്കിന് ആളുകളുള്ള സംഘത്തിൽ ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് മാത്രം ഹബീബിനെ തിരിച്ചറിഞ്ഞു വരാൻ ആ പക്ഷിയോട് ആരാണാവോ പറഞ്ഞു കൊടുത്തത്? അത് അത്ഭുതല്ലേ? മൻ അഖ്ബറൽ വർഖാ അന്ന മഖാമകും ഹറമുൻ വ അന്നക മൻസിലുൽ ലിൽ ഖായിഫീ. ആരാണ് നബിയെ അങ്ങയിൽ അഭയമുണ്ട് എന്ന് ആ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ആരാണ് നബിയെ പേടിക്കുന്നവൻ്റെ അഭയമാണങ്ങ്, വിഭ്രാന്തിപ്പെട്ട് ഓടുന്നവന് ആശ്വാസം ലഭിക്കുന്ന ഇടമാണ് അങ്ങ്. അങ്ങയുടെ അരികത്ത് വന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് പക്ഷിയോട് പറഞ്ഞു കൊടുത്തത് ആരാണാവോ എന്ന് ചോദിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ ആരാണെന്ന് ഉമ്മത്ത് മനസ്സിലാക്കാൻ അള്ളാഹു തരുന്ന ദലാലത്തുകളാണ്. ഇത് അള്ളാഹു നൽകുന്ന ഇഷാറകളാണ്, അള്ളാഹു നൽകുന്ന സൂചനകളാണിത്. സ്വലാത്തു ചൊല്ലണം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദു ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് ഹബീബിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് അബ്ദു ഇബ്നു ജഅഫർ എന്നവരെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലുണ്ടായ
3 അനുഭവങ്ങൾ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ് മഹാൻ പറയുന്നുണ്ട്. അസറ ഇലയ്യ റസൂലുള്ളാഹ്, ആ യാത്രയിലാണ് എന്നോട് പുണ്യ നബി ഒരു സ്വകാര്യം പറഞ്ഞത്. നബി തങ്ങൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യെ ഞാൻ പറഞ്ഞുതരൂല, കാരണം അത് ഹബീബ് എനിക്ക് പറഞ്ഞു തന്ന സ്വകാര്യമാണ്. സഹാബികൾ അങ്ങനെ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുണിയുടെ കോന്തലം കെട്ടി വിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ കോന്തല നിറയെ, കോന്തല എന്നൊക്കെ പറഞ്ഞാൽ അറിയോ നമ്മൾ മലപ്പുറം ഭാഷയിൽ, ഇത് നിറയെ എനിക്ക് ഹബീബ് വാരിക്കോരി തന്നിട്ടുണ്ട്. ചില ഇൽമുകൾ എന്നോട് കൂട്ടിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിത് കൂട്ടിപ്പിടിച്ചു. 2 കെട്ടഴിക്കാത്ത ഇൽമിൻ്റെ ഭണ്ഡാരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഇൽമിൻ്റെ ഒരു കെട്ടേ ഞാൻ അഴിച്ചിട്ടുള്ളൂ. 1000കണക്കിന് ഹദീസുകൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഒരു കെട്ടിൽ നിന്നാണ്. മറ്റേ കെട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞാൽ ലഖുത്തി അഹാദൽ ബുൽഊം, നിങ്ങൾ എന്നെ പിടിച്ചു കൊല്ലും, നിങ്ങളെന്നെ കൊന്നുകളയും. അത്രക്ക് മേൽ നിങ്ങളുടെ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ഫിത്നകളും ആ ഫിത്നയുടെ നേതാവും ആ നേതാവിൻ്റെ വാപ്പയുടെ പേരും നാടും പഞ്ചായത്തും വാർഡ് നമ്പർ അടക്കം അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതിനർത്ഥം. അബൂ ഹുറൈറ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ ശരിയാക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരൂല, അതെൻ്റെ സ്വകാര്യമാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു നബി തങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സ്വകാര്യം ഹുദൈഫ തങ്ങൾ അഭിമാനത്തോടെ പറയാറുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് നബി തങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ, വരാൻ പോകുന്നവർ ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് നബി തങ്ങൾ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, പറഞ്ഞുതരൂല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ ഉമർ എന്നവർ മെല്ലെ ചോദിച്ചിട്ടുണ്ട്, ഹുദൈഫ ഖലീഫയാണ് അന്ന് ഉമർ റളിയല്ലാഹു. അപ്പോൾ ആ ഒരു അധികാരത്തെ ചോദിക്കാമല്ലോ, മന്ത്രിയാകുമ്പോൾ ഒരു പവർ, മന്ത്രി പദം പോയാൽ വേറെ പവറുമാണല്ലോ. ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖലീഫയാണ്. ആ പവർ ഉപയോഗിച്ചിട്ട് ഉമർ തങ്ങൾ ചോദിച്ചു, ഹുദൈഫ നിങ്ങൾ പറയൂല എന്നൊക്കെ പറഞ്ഞ് ശരി തന്നെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറിയൊരു ഉത്തരം തന്നാൽ മതി. ആ മുനാഫിക്കീങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബിൻ്റെ മകൻ ഉമർ എന്നുണ്ടോ ഹുദൈഫ? അത് മാത്രം ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. കുറേ നേരം തല താഴ്ത്തുന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലില്ല, ഇനി ആരും എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ഉണ്ടോ ഇല്ലയെന്ന് പോലും ഞാൻ പറഞ്ഞു തരില്ല, ഉമർ എന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ പേര് അതിലില്ല. യാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹുവിന് നമ്മളെക്കാളും എത്ര ഹബീബിനെ സ്നേഹിച്ച ആളാണെന്നറിയോ? ഉമർ തങ്ങൾ ഒരിക്കൽ തങ്ങളോട് പറഞ്ഞില്ലേ, നബി എനിക്ക് അങ്ങേ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ അങ്ങാണ്, എൻ്റെ മക്കളോ ഭാര്യ കുട്ടികളോ ഒന്നുമല്ല, എൻ്റെ മാതാപിതാക്കളുമല്ല, അങ്ങാണ് നബിയെ, എൻ്റെ തടി കഴിഞ്ഞ പറ്റില്ല ഉമറേ, നിങ്ങളുടെ ശരീരത്തിനു മുമ്പേ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ഞാനാവണം ആദ്യം, എന്നാലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. അപ്പം അങ്ങനെ കുറച്ചേ നിന്നു. ഉമർ റളിയല്ലാഹു സത്യസന്ധനായിരുന്നു. സോപ്പിടാൻ വേണ്ടി പറയുകയാണെങ്കിൽ പറയാം, എന്നെക്കാളും അങ്ങേ തന്നെയാണ് ഇഷ്ടം, അത് പറഞ്ഞില്ല, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു, എൻ്റെ തടി കഴിഞ്ഞാൽ നിങ്ങളാ നബിയെ. തങ്ങൾ പറഞ്ഞു, ലായ ഉമർ, പോരാ. കുറച്ചു നേരം നിന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ അൽ ആന അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എൻ്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ, ഇപ്പോഴാണ് ഉമറേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത്. ആ മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുകയാണ്, കപടവിശ്വാസിയായി പോയിട്ടുണ്ടോ ഞാൻ? എനിക്ക് പേടിയാവുന്നു ഹുദൈഫ, എൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന്. അപ്പം നമ്മളൊക്കെ എത്ര പേടിക്കണം പഠിച്ചവനെ, നമ്മളെത്ര ഭയപ്പെടണം. നമ്മുടെയൊക്കെ ഓവർ കോൺഫിഡൻസ് എന്നതിന് പറയാം, ഓവർ കോൺഫിഡൻസ്. അബദ്ധമല്ലേ ഇതിനർത്ഥം? കയ്യിലില്ല, പക്ഷെ ഭയങ്കര ആത്മവിശ്വാസമാണ്. നമ്മൾ റെഡിയാണ്, നമ്മൾ സ്വർഗത്തിലാണ്, ബാക്കിയുള്ളവരൊക്കെ നരകത്തേക്ക്, സ്വർഗത്തേക്ക് തന്നെയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൻ്റെ അഹ്ലുകാരെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നസ്ആ ഇലൈഹ, നമ്മൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ആർക്കും ഉറപ്പിക്കാനായിട്ടില്ല. ഹബീബായ തങ്ങളുടെ സ്വഹാബിമാർ, തങ്ങൾ അവരൊക്കെ ജന്നത്തികളാണെന്ന് നബി തങ്ങൾ പറഞ്ഞതാ. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാനാണ് നബി തങ്ങൾ. വേറെയും സന്ദർഭങ്ങളിൽ ഉമറു ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പേടി, ഞാൻ കപട വിശ്വാസിയാണോ? ഹബീബായ തങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്ത സ്വഹാബിമാർ, അബ്ദുബ്നു ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര പോയ ദിവസം
എന്നോട് ചില സ്വകാര്യങ്ങൾ ഹബീബ് പറഞ്ഞിരുന്നു. ആ സ്വകാര്യങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞു തരില്ല, ആരും എന്നോട് ചോദിക്കരുത്. പക്ഷേ എനിക്കുണ്ടായ 3 അനുഭവങ്ങൾ ഞാൻ പറയാം. കുൻതു റദീഫ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹബീബിൻ്റെ സഹയാത്രികനായി ഒട്ടകപ്പുറത്ത് യാത്ര പോയൊരു ദിവസം ഞങ്ങൾ ആദ്യമായി ഒരു അൻസ്വാരിയുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നത് പരമാർത്ഥം ഒരു ഒട്ടകം ഹബീബിൻ്റെ നേരെ വന്നു. ആ ഒട്ടകങ്ങൾ തല ഉയർത്തിയിട്ട് നടക്കുക. ഹബീബിനെ കണ്ടപ്പോൾ ആ ഒട്ടകം തല കുനിച്ചുകൊണ്ടിങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒട്ടകത്തിൻ്റെ മുമ്പിലൂടെ അത് കടന്നു പോകുമെന്ന്. ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ നേർ മുമ്പിൽ വന്നപ്പോൾ ആ ഒട്ടകം അവിടെ നിന്നു, ഹബീബിൻ്റെ ഒട്ടകവും നിന്നു, ഞാൻ ബാക്കിലുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് തങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് ഈ ഒട്ടകം കഴുത്ത് വെച്ചു. ഞാൻ ബാക്കിൽ നിന്ന് കാണുന്നു, എൻ്റെ മുമ്പിൽ നബി തങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കണ്ടു. ഹബീബ് എന്തൊക്കെയോ പറഞ്ഞതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കണ്ണുകളും കവിളുകളും കഴുത്തും നബി തങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്നു. ഹബീബാ നബി തങ്ങളുടെ തലോടൽ കഴിഞ്ഞപ്പോൾ നബി വിളിച്ചു പറഞ്ഞു, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ? ആരാണ്? ഒരു ശാബും മിനൽ അൻസ്വാർ, മദീനക്കാരനായ അൻസ്വാരിയായ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. ഞാനാ നബിയേ. ഇത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മിണ്ടാ പ്രാണിയുടെ വിഷയത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ഇതെന്നോട് പറയുന്നുണ്ട്, നീ അതിന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും അതിനെ ക്ഷീണിപ്പിക്കുമാർ പണിയെടുപ്പിക്കുന്നുണ്ടെന്നും അതെന്നോട് പരാതി പറയുന്നുണ്ട്. അല്ലാഹുവിനെ പേടിക്കണമേ. ഈ ഒട്ടകത്തിൻ്റെ മേൽ നിനക്കധികാരം തന്നതുപോലെ നിൻ്റെ മേൽ അധികാരമുള്ളവനാണ് അല്ലാഹു എന്ന് മിണ്ടാപ്രാണിയായ ഒട്ടകം ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞത് ഞാനതിന് സാക്ഷിയാണ് എന്ന് അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. അതൊരു ഒട്ടകമാണ്. ഒരു ഒട്ടകത്തെ പട്ടിണിക്കിടുന്നതും ഒരു ഒട്ടകത്തിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിപ്പിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാവില്ല എങ്കിൽ സ്വന്തം കമ്പനിക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് മനുഷ്യത്വപരമായ ദയാവായ്പകളും കരുണയും കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാഠങ്ങളില്ലേ ഇതിൽ, പഠിക്കാനില്ലേ ഇതിൻ്റെ ഉള്ളിൽ? കരുണ വേണം. മിണ്ടാ പ്രാണികളോടാണെങ്കിലും കരുണ വേണം. ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീത്ത് പണ്ഡിതന്മാർ സ്വഹീഹുൻ അലാ ഷർത്തി മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിലെ ഷർത്ത് പോലെ ഇമാം മുസ്ലിം എന്നവരുടെ കണ്ടീഷൻ അനുസരിച്ച് സ്വഹീഹായ ഹദീഥാണിത്. ഒട്ടകം കരഞ്ഞത്, ഹബീബിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞത്, ഇതിന് ഞാൻ സാക്ഷിയാണ് എന്ന് മഹാനായ അബ്ദുബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ വീണ്ടും കടന്നു പോകുകയാണ്. കടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങളും ഞാനും യാത്ര പോയി. മരുഭൂമിയിൽ എവിടെയോ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ ഇവിടെ കിടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ, അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച മൊബൈൽ ഫോൺ കഴിഞ്ഞാൽ പിന്നെ വലിയ അത്ഭുതം 20-ാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച വലിയൊരു അത്ഭുതം GPS ആണല്ലേ. നമുക്ക് എങ്ങോട്ട്, ഞങ്ങളിപ്പോൾ അമാറാത്തിലേക്ക് വരുമ്പോൾ അഷ്റഫ് ഖാൻ്റെ അദ്ദേഹം GPS ഓണാക്കിയിട്ടാണ് പോരുന്നത്. തൻസീറുണ്ട്, ഉസ്താദ് കൂടെ ഉണ്ട്, നമ്മൾ ഷക്കീർ ഹുസൈൻ ഫൈസി ഉസ്താദ് കൂടെ ഉണ്ട്. ഞങ്ങൾ പറയായിരുന്നു വലിയ അത്ഭുതമല്ലേ. അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ റോഡ് സൈഡിൽ ആളെ നിർത്തണ്ടേ, ആ മഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരാൾ, പച്ച ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് വേറെ ആൾ, ഇപ്പുറത്തെ ജംഗ്ഷൻ മരത്തിൻ്റെ വീട്ടിൽ വേറെ ഒരാൾ, അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു. യാ അല്ലാഹ്, നമ്മൾ എത്തുന്നു കൂളായിട്ട്. പുണ്യനബി യാത്ര ചെയ്ത യാത്രകൾ ആലോചിച്ച് നോക്കി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 550 കിലോമീറ്റർ എടുത്തിട്ടാണ് ആ യാത്ര. എന്തേ? ഒരു ഷോർട്ട് കട്ടും കിട്ടൂല, GPS ഇല്ല, ഫാസ്റ്റ് റൂട്ട് കിട്ടൂല, ഹൈവേ കിട്ടാനില്ല, പഞ്ചായത്ത് റോഡ് കിട്ടാനില്ല. സ്വഹാബികൾ യാത്ര ചെയ്തു. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ ലോകം മൊത്തം ചുറ്റി കപ്പലിലൂടെ, GPS ഇല്ല. മെഗലൻ യാത്ര ചെയ്തു, കൊളംബസ് യാത്ര ചെയ്തു. മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ നബച്ചുകളായ അറബികൾ
യാത്ര ചെയ്തു. യമനികൾ കേരളത്തിലേക്ക് പയ്യോളിയിലേക്കും കോഴിക്കോട്ടേക്കും കൊടുങ്ങല്ലൂരിലേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്തു. GPS ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റേഞ്ചില്ലെങ്കിൽ പേടിയാവുന്ന കാലമാണ് അല്ലേ? അതിൽ ബാറ്ററി തീർന്നാൽ പേടിയാണ്. അന്ന് നടത്തിയ യാത്രകൾ നമ്മൾ ആലോചിക്കണേ. നമ്മളൊക്കെ എത്ര വലിയ നിഅ്മത്തിലാണ്. അല്ലാഹുവേ, ഈ നിഅ്മത്തൊക്കെ ദുനിയാവിൽ തന്ന് നാളെ പരലോകത്ത് ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥ റബ്ബേ വരുത്തരുതേ തമ്പുരാനെ. ഉജ്ജലത്തിലക്കും നിങ്ങളുടെ ഹസനാത്തുക്കും നിങ്ങളുടെ നന്മകളൊക്കെ ദുനിയാവിൽ തന്ന് തീർന്നല്ലോ എന്ന് അല്ലാഹു പറയാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബേ. എന്താ അന്നത്തെ ഞാൻ ഒരു കാര്യം പറയണേ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പണ്ട് കാലത്ത് ഒരു രാജാവ്, കിങ് അല്ലെങ്കിൽ രാജ്ഞി, പെണ്ണുങ്ങളെ കേട്ടോളി, ഒരു രാജ്ഞിയായ പെണ്ണിനോ ഒരു രാജാവായ ആണിനോ കിട്ടാത്ത സുഖം സൗകര്യം ഇന്നൊരു സാധാരണക്കാരനില്ലേ? രാജാവിന് ഫാനില്ലെന്ന് ഉണ്ടോ? ഫാനില്ല, AC ഇല്ല. ചൂടെടുത്താൽ വിശറിക്കൊടുക്കാൻ ആളുണ്ടാവും. പക്ഷെ കിടന്നുറങ്ങണ നേരത്തെ ബെഡ്റൂമിൽ ആളെ നിർത്താൻ പറ്റുമോ? പറഞ്ഞേക്കണ്ടേ? രാജാവിന് ഒറ്റയ്ക്ക് വിശണ്ടേ? ബാത്റൂം ഉണ്ടോ? ഇന്നത്തെ സൗകര്യം ഫ്ലഷ് ചെയ്തിട്ട് ക്ലീനായി പോകുന്ന ബാത്റൂം ഉണ്ടോ രാജാവിന്? എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് അറിയോ? നമ്മൾ